ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്? നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ ഒരു ഭീകരമായ ഒരു സെല്ലാണ് മാർക്കറ്റിൽ നടന്നത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറം കടന്നു പോകുന്ന ഒരു സെല്ലാണ് നമ്മൾ കണ്ടത്. അപ്പം മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരച്ച ലെവലുകൾക്കൊന്നും യാതൊരു ഒരു 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 എന്താ പറയുന്നത്, ഒരു സപ്പോർട്ടൊന്നും കിട്ടാതെ മാർക്കറ്റ് തകർന്ന് തരിപ്പണമാകുന്നൊരു ഒരു റിക്കവറി നമ്മൾ കണ്ടു. റിക്കവറി കണ്ടെങ്കിലും അവസാനം നമുക്കൊരു ട്രേഡ് കിട്ടി ഇവിടുന്ന്, ഇല്ലേ? നമ്മളിവിടെ ഒന്ന് കറക്റ്റ് വന്ന് നമ്മൾ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടുന്ന് ഒരു റീടെസ്റ്റ് എടുത്ത്, ഇല്ലേ? റീടെസ്റ്റ് എടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ വരച്ച് കാണിച്ചിരുന്നു, ഇവിടെ വരെ മാർക്കറ്റ് പോയി നമുക്കൊരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ ട്രേഡ് എടുത്ത് എനിക്കൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് നമുക്ക് താഴോട്ടും ഇവിടെ കറക്റ്റ് ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് നേരെ പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പേർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി? ഞാൻ പറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബുക്ക് ചെയ്തവർക്ക് കൊള്ളാം, ഇല്ലാത്തവർ പിന്നെ മാർക്കറ്റ് തിരിച്ചു പോയി നമുക്ക് കിട്ടിയത് കൂടെ മാർക്കറ്റിന് കൊടുക്കേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആകെ പോയി 2 ട്രേഡ് എടുത്തുള്ളൂ. ഫസ്റ്റ് ഒരു ട്രേഡ് ഇങ്ങോട്ടും എടുത്തു, അവിടുന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ടും ഒരു ട്രേഡ് എടുത്തു. ഇത് 2 ട്രേഡ് ഞാൻ എടുത്തുള്ളത്. അപ്പം നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഭീകര സെല്ലിംഗ് ഒക്കെ നടന്നു. പക്ഷേങ്കിൽ നമ്മൾ ഇന്ന് ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം വെച്ചാൽ ആകെ +3000 കോടിയുടെ ബൈ ആണ്, നെറ്റ് ബൈ മാർക്കറ്റിൽ. അപ്പം അതാണ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആര് വിറ്റു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം റീറ്റെയിലേഴ്സ് വിറ്റു, അല്ലാതെ ആര് വിറ്റു? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു റിക്കവറിക്കുള്ള പ്രതീക്ഷ ഞാൻ കാണുന്നു. കാരണം ഇന്നത്തെ വന്ന ഡേറ്റ, ഇൻഫ്ലേഷൻ ഡേറ്റയും ഒരു പോസിറ്റീവ് ട്രിഗർ തരാനുള്ള സാധ്യത. കഴിഞ്ഞ 4 മാസത്തെ അപേക്ഷിച്ച് ഒരു ലോ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ മാർക്കറ്റിനെ വന്ന് ട്രിഗർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നാളെ എന്താ ഒരു പക്ഷെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇനി മാർക്കറ്റ് ഫർദർ താഴോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ നമ്മൾ നോക്കി റീടെസ്റ്റ് എടുത്ത് നമുക്ക് മേലോട്ടൊരു ഒരു 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 ഓപ്പർച്യൂണിറ്റി കിട്ടി, അവിടെ താഴോട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇവിടം വരെ ഞാൻ എടുത്തുള്ളൂ കേട്ടോ, ഇതിനപ്പുറം ഞാൻ പോയിട്ടില്ല. അപ്പം 2 ട്രേഡ് ഞാൻ എടുത്തു, അതിന് എക്സിറ്റായി, ഉള്ളത് കൊണ്ട് ഞാൻ മാറിയിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നാളെ ഇതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഭീകര വീഴ്ച വീഴുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു 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 കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പാണ് മാർക്കറ്റിൽ ഞാൻ കാണുന്നത്. എന്തായാലും നാളെ നമുക്ക് ട്രേഡ്, ഇതിനിടയ്ക്ക് നമുക്ക് ട്രേഡ് ഇല്ല. എന്തായാലും ഈ 2 സപ്പോർട്ട് മെയിൻ 2 പിന്നെ ട്രെൻഡ് ലൈനുകളാണ് ഈ കാണുന്ന 2 സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അത് 24 194, ആ 23 ഈ 22,800 ഇതിനിടയ്ക്ക് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഇതെങ്ങോട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് നമ്മൾ നോക്കുക. ഒന്നീ മേലോട്ട് ബ്രേക്ക് ചെയ്യുമോ ഇല്ല താഴോട്ട് ബ്രേക്ക് ചെയ്യുമോ നോക്കിയിട്ട് വേണം നമുക്ക് ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ. അപ്പോൾ ഇത് 2 ഇമ്പോർട്ടൻ്റ് 2 ലൈനുകളാണ്. ഇത് 2 ഇമ്പോർട്ടൻ്റ് ലൈനുകൾ. ഓക്കെ, ഇവിടുന്ന് ഒരു ഫർദർ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു അപ്സൈഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ വീണ പോലെ തന്നെ തിരിച്ച് മാർക്കറ്റിന് കയറാൻ വലിയ താമസമൊന്നും വേണ്ട, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ ഏകദേശം 24,700 റേഞ്ച് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നാളെ തന്നെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പോയാൽ നമുക്ക് അങ്ങനെ മേലോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് കാണാം. അപ്പം പക്ഷേ ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ലാണേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. 22,800 താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒറ്റ സപ്പോർട്ട് മാത്രമേ നമുക്ക് ഉള്ളൂ. അതിനപ്പുറം വേറൊരു സപ്പോർട്ട് നമുക്കില്ല. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. 22,800 താഴെ 23,000, ഇത് 23,000 അല്ല, 23,000 താഴെ 22,800 കറക്റ്റ് സപ്പോർട്ട്. അതിനപ്പുറത്തായിട്ട് പോകത്തില്ല. ഓക്കെ, മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഗ്രീൻ ആക്കിയേക്കാം. ഇപ്പോൾ 22,800 താഴോട്ട് ഞാൻ വരച്ചിട്ടില്ല കേട്ടോ. അപ്പം മുകളിലോട്ട് നമുക്ക് നോക്കാം. മുകളിലോട്ട് ഈ കാണുന്ന ലെവലുകളൊക്കെ നിങ്ങൾ നോക്കി നിങ്ങളുടെ ചാർട്ടിന് അതിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഞാൻ ഗ്രൂപ്പിൽ ചാർട്ട് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയാലും മനസ്സിലാവും. ഓക്കെ, ഈ ടാർഗറ്റുകളൊക്കെ ഞാൻ വരച്ച് വെക്കുന്നത് ഇവിടുന്ന് നമുക്ക് 23 എത്രയാണ് 194. ഓക്കെ, ഇതിന് മുകളിലോട്ടാണ് നമുക്ക് ട്രേഡ് ഉള്ളത്. ഇതിനിടയ്ക്ക് നമുക്ക് ട്രേഡ് ഇല്ല. ഇതിന് മുകളിലോട്ട് ഈ 3 ടാർഗറ്റ് ഉണ്ട് നമുക്ക്, 3 ടാർഗറ്റ്. ഈ ടാർഗറ്റെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇതിനകത്തിൽ വരച്ച് വെക്കുക. ഇവിടെ വേണേൽ ഞാൻ വരച്ചേക്കാം. ഓക്കെ,
അപ്പം നിങ്ങൾ എന്നിട്ട് ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ച് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു തിരിയുന്നു എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ. അപ്പം ഇതിനകത്ത് നമുക്ക് ട്രേഡില്ല. ഒന്നുകിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ താഴോട്ട് ബ്രേക്ക് ചെയ്യണം. ഇതിന് താഴോട്ട് ഞാൻ എന്തായാലും വരയ്ക്കുന്നില്ല. 22,800 മാക്സിമം ഞാൻ വരയ്ക്കുന്നത്. അതിനപ്പുറത്തുള്ള ഒരു പക്ഷേ ചിലപ്പോൾ അത് പൊട്ടിച്ച് താഴെ പോയേക്കാം. എങ്കിലും എൻ്റെ ഒരു വിശ്വാസത്തിന് പുറത്ത് 22,800 വരെ ഞാൻ വരയ്ക്കുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് ഞാൻ വേറെ വരയ്ക്കുന്നില്ല. ഓക്കെ. അപ്പം നാളെ നമുക്ക് ഇതിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ കറക്റ്റ് ഒരു മേജർ സപ്പോർട്ട്. ഇതിനകം ഇത് പൊട്ടിച്ച് താഴോട്ട് വന്നാലും മാക്സിമം 22,800, അതിനപ്പുറം പോകത്തില്ല. ഇതിനകത്ത് എന്തായാലും നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡിനെ പറ്റി ചിന്തിക്കാം. അല്ലെങ്കിൽ താഴെ വന്ന് സപ്പോർട്ട് തിരിച്ചു പോകുക, അല്ലെങ്കിൽ മേളിൽ നിന്ന് റെസിസ്റ്റൻസ് തിരിച്ചു വരുമെന്ന് നോക്കുക. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മേലോട്ട് ട്രേഡ് നോക്കാം. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യണം. 23,000 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് താഴോട്ട് ട്രേഡ് ഉള്ളൂ. മുകളിലോട്ടാണെങ്കിൽ ഇതിന് മുകളിൽ 5 മിനിറ്റ് ട്രേഡ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് കിടന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ ലെവലുകൾ. അപ്പം നോക്കിക്കണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ആരും വെറുതെ ഓവർ ട്രേഡ് ചെയ്ത് പൈസയൊന്നും കളയരുത്. നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളെ നമുക്ക് മാർക്കറ്റിൽ നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുമാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ, സംയമനം പാലിച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ നാളെ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.